സസ്പെൻസുകൾ അവസാനിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയായിരിക്കുന്നു. ഡിസംബർ 13-ാം തീയതി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വരാൻ പോവുകയാണ്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തീയതിയും പ്രഖ്യാപിച്ചു. എന്താണ് ഏറ്റവും ഒടുവിൽ? തീയതിയും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നന്നായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് എല്ലാ വിജയപ്രതീക്ഷയോടും കൂടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുന്നൊരുക്കം നേരത്തെ ആരംഭിച്ചു. നല്ല തരത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം വളരെ സുഗമമായിട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനുകളിൽ മറ്റു സ്ഥലങ്ങളിലും നന്നായിട്ട് പോകുന്നു. തികഞ്ഞ കെട്ടുറപ്പോടെ ഐക്യത്തോടെ വിജയപ്രതീക്ഷയോടെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും തിരഞ്ഞെടുപ്പിനെ നേരിടും. കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടതിലും കുറച്ചുകൂടി സീരിയസ് ആയി കാണുന്നുണ്ട് എന്നൊരു പൊതുചിത്രം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഗുണം ചെയ്യും. അത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബത്തേരിയിലെ കോൺഗ്രസിൻ്റെ നേതൃയോഗം ചേർന്ന് ഇതിനെ ഒരുക്കാൻ ആരംഭിച്ചു. മിഷൻ 2025 എന്ന് പേരിട്ടു. നല്ല ഒരുക്കങ്ങൾ. വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു. വാർഡ് കുടുംബ സംഗമങ്ങൾ നടത്തി. വാർഡ് കമ്മിറ്റികൾ ഗൃഹസന്ദർശനം നടത്തി. വാർഡ് കമ്മിറ്റികൾ കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്ന ലഘുലേഖ കൊടുത്തു. വാർഡ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണം നടത്തി. നല്ല ഒരുക്കം നടത്തി. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെയും കെടുകാര്യസ്ഥത, ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്ത് ഇപ്പം കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ MP നയിച്ച ജാഥയുണ്ടായിരുന്നു. മറ്റ് കോർപ്പറേഷനുകൾ കോഴിക്കോട് വിപുലമായ പരിപാടികൾ നടത്തി. അതുപോലെ പഞ്ചായത്തുകളുടെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള കുറ്റപത്ര സമർപ്പണം നടന്നു. ഈ ഒരുക്കങ്ങളെല്ലാം ഞങ്ങളുടെ വിജയത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. കോർപ്പറേഷനുകളിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇപ്പോൾ ആ വക്കീലിൻ്റെ ആ ജില്ലയിലുള്ള ഒരൊറ്റ കോർപ്പറേഷൻ മാത്രമാണ് UDF കോർപ്പറേഷനുകളിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കരങ്ങളിൽ ഉറപ്പായിട്ട് കിട്ടും. നല്ല പ്രതീക്ഷയാണുള്ളത്. നല്ല മുന്നൊരുക്കങ്ങളാണ്. നല്ല പ്രതികരണമാണ് ജനറൽ പബ്ലിക്കിൽ നിന്നും വോട്ടർമാരിൽ നിന്നും ഈ കുറ്റപത്ര ജാഥകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഭവന സന്ദർശനത്തിൽ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാം വളരെ അനുകൂല പ്രതികരണങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉള്ളപ്പോൾ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. 2 തവണ പ്രതിപക്ഷത്തിരുന്നതിൻ്റെ ഒരു ക്ഷീണം UDFനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ട്രെയിലറായി കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ട്രെയിലർ അങ്ങനെയാണോ കാണുന്നത്? തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നത് ഞങ്ങൾക്ക് ക്ഷീണമല്ല. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിൻ്റെ ചെയ്തികൾ, ജനദ്രോഹ നടപടികൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ ശക്തിയിലും ഊർജത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഞങ്ങൾ മുന്നേറുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കമുണ്ടായ ഒരു തിരിച്ചടി മറികടന്ന് വലിയ തോതിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. അതെ, കൂടുതൽ ഐക്യത്തോടെ, കെട്ടുറപ്പോടെ, ആലോചനയോടെ, കാര്യക്ഷമതയോടെ തന്നെ ഞങ്ങൾ മുന്നേറുകയാണ്. ബെറ്റർ റിസൾട്ട്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിൻ്റെ ഭരണപരാജയമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. കാർഷിക മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരമില്ല. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ്. വിലക്കയറ്റത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. യുവാക്കൾ തൊഴിലില്ലായ്മയുടെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും പരാജയങ്ങൾ ഇന്ന് പ്രകടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നയമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ സർക്കാരിൻ്റെയും CPMൻ്റെയും യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ശബരിമല അയ്യപ്പ സന്നിധിയിൽ നിന്ന് ആസൂത്രിതമായിട്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം കട്ടെടുക്കാൻ സാധിക്കുന്നു. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ സർക്കാരിനെയും CPM സംവിധാനത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പൊതുമുതലുകൾ കട്ടെടുക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെയും വിശ്വാസ സമൂഹങ്ങളുടെയും മുതലുകൾ കട്ടെടുക്കുന്നു. ആ പ്രതികൾക്ക് ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുകയാണ്. ഇതുവരെ അതിലെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനോ മുഴുവൻ പ്രതികളെ നിയമത്തിൽ കൊണ്ടുവരാനോ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ക്രിമിനലുകൾക്ക് മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുകയാണ്. പോലീസിൻ്റെ അതിക്രമങ്ങൾ വളരെ പ്രകടമാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ ഇന്ന് ഗവൺമെൻറ് പീഡിപ്പിക്കുകയാണ്. അവരുടെ ഫണ്ട് വെട്ടിക്കുറച്ച്. ഇതെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. തികഞ്ഞ രാഷ്ട്രീയ പക്ഷപാതം നടക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഈ അവസാന സമയത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ
തട്ടുന്നതിനുള്ള ഒരു ചൂണ്ടയാണ്, അതിൽ കൊത്തിയിട്ടുള്ള ഇരയാണ്, ചൂണ്ടയിൽ കോർക്കുന്ന ഇരയാണ്, ഈ ചൂണ്ടയിൽ കൊത്തിയാൽ അപകടമാണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ മുന്നണിയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു യോജിപ്പോടുകൂടിയാണ് ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളതും ഇതുവരെ എത്തി നിൽക്കുന്നു. ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് ഉണ്ട്, അതുകൂടി ഇപ്പം നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ ആ വിഷയങ്ങളെല്ലാം വളരെ വളരെ യോജിപ്പിൽ അവസാനിപ്പിക്കാനുള്ള എല്ലാ ചർച്ചകളും തുടരുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം പലയിടങ്ങളിലും പൂർത്തിയാക്കി, വളരെ കുറച്ചിടത്ത് മാത്രമാണ് അവശേഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് KPCC അധ്യക്ഷൻ.